ലോകത്താകെ ജനാധിപത്യം രോഗാതുരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ വിനോദ് കെ ജോസ് പറഞ്ഞു. ലോകത്ത് ജനാധിപത്യം മരിക്കുന്നുവോ എന്ന വിഷയത്തിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ 4ാമത് MR നാരായണക്കുറുപ്പ് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സ്വാതന്ത്ര്യ സമര സേനാനിയും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത MR നാരായണക്കുറുപ്പിന്റെ സ്മരണാർത്ഥം മടപ്പള്ളി കോളേജിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. മടപ്പള്ളി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന 4ാമത് MR നാരായണക്കുറുപ്പ് സ്മാരക പ്രഭാഷണം പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദ കാരവൻ മുൻ പത്രാധിപരുമായ വിനോദ് കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. 6 വർഷം മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ വളരെ സിംഹമായ റിയൽ എസ്റ്റേറ്റ് ലാൻഡ് നമ്മളുടേത് ചൈനയ്ക്ക് നഷ്ടമായിരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ ലാൻഡ് നഷ്ടമായിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്നത് ഒരു BJP MP ആണ്. അദ്ദേഹം പാർലമെൻറ്റിൽ കരയുന്നുണ്ട്, എനിക്ക് അടുത്ത പ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പകുതി ഇല്ല എന്ന്. പക്ഷേ അതുപോലും പത്രങ്ങളിൽ വരാതിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫാക്ച്വലായിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ ഒരു രോഗം ആണ്, ജനാധിപത്യ സംവിധാനം ഇല്ലാതാവുന്ന ആ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളോ അതിനുള്ള പരിഹാര രീതിയോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അത് നേരിടാനോ പറ്റാത്തൊരു കാലത്താണ്. നമ്മുടെ ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷത്തെ നമ്മൾ അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ച ആ 200 വർഷ ഹിസ്റ്ററിയിലെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന 3ാമത്തെ വേവിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ്, എന്നാണ് ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ മുക്തി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന ഒരു ഫാക്ച്വലായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഒരു രാജ്യം ആ കാലഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുത്താൽ ആ രാജ്യത്തെ എല്ലാവരും ആ തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ആ രീതിയിൽ ഒരു ടെൻഷൻ ഓരോ രാജ്യങ്ങൾ തമ്മിലുണ്ടാവുമ്പോഴോ ഓരോ ആശയങ്ങൾ തമ്മിലുണ്ടാവുമ്പോഴോ ആ ഒരു ഐക്യം ലോകത്തെവിടെയും തന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരേ സമയം ഒരു വേൾഡ് വാറും ഒരു സിവിൽ വാറും ആവാൻ പോകുന്ന രീതിയിലേക്കായിരിക്കാം മുൻപോട്ടുള്ള ഒരു പക്ഷേ കിടപ്പ്. മടപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ PM ഷിനു അധ്യക്ഷത വഹിച്ചു. ബ്രണ്ണൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് രാജ് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ അബ്ദുൽ നാസർ സ്വാഗതവും AM ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.